ഹിന്ദു വിശ്വാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കേദാർനാഥ്. ഉത്തരാഖണ്ഡിലെ ചോരബാദി ഹിമാനിക്കടുത്തുള്ള മന്ദാകിനി നദിയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 3583 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കേദാർനാഥ് ക്ഷേത്രം. മഹാഭാരത കാലം മുതൽക്കേ അതിൻ്റെ പ്രാധാന്യവുമുണ്ട്. ഉത്തരാഖണ്ഡിലെ വടക്കൻ ഹിമാലയത്തിലെ ഇന്ത്യൻ ചോട്ടാ ചാർധാം ആരാധനാലയത്തിലെ 4 പ്രധാന സ്ഥലങ്ങളിൽ ഒന്നുകൂടെയാണ് കേദാർനാഥ്. കേദാർനാഥിന് ഹിന്ദുമതത്തിൽ ഉയർന്ന പ്രാധാന്യം മാത്രമല്ല, ചില പുരാണ കഥകളുമുണ്ട്. നിഗൂഢതകളുടെ കൂടാരമായ ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും ഒരു അത്ഭുതമാണ്. ദൈവീക ശക്തി അതിൻ്റെ പരകോടിയിൽ ഇവിടെ തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥ് പട്ടണം മുഴുവൻ നശിപ്പിച്ച വെള്ളപ്പൊക്കത്തിലും തകരാതെ ക്ഷേത്രം നിലകൊണ്ടത് അത്തരമൊരു ശക്തിയുടെ കരുത്തിലാണെന്ന് കരുതപ്പെടുന്നു. കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില പ്രധാന സവിശേഷ വസ്തുതകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാം. ആരാണ് കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെയില്ല. എന്നിരുന്നാലും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും മതപണ്ഡിതരും പറയുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. AD 1076 1099 ഇടയിൽ ഭരിച്ചിരുന്ന മാൽവയിലെ രാജാ ഭോജ് ആണ് കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചിലർ പറയുന്നു. എന്നാൽ 8ാം നൂറ്റാണ്ടിൽ ചാർധാം യാത്ര പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ആദി ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. മറുവശത്ത് ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ദ്വാപരയുഗത്തിൽ തപസ്സനുഷ്ഠിച്ചതിനു ശേഷം ശിവനിൽ നിന്ന് പാപമോചനം നേടുന്നതിനായി പാണ്ഡവ സഹോദരങ്ങളാണ് കേദാർനാഥ് ധാം നിർമ്മിച്ചതെന്നാണ്. കേദാർനാഥ് ക്ഷേത്രം ഏതാണ്ട് 400 വർഷത്തോളം മഞ്ഞു മൂടിയതാണെന്നും മിക്ക ആളുകൾക്കും ഈ വസ്തുത അറിയില്ലെന്നും ശാസ്ത്രജ്ഞരും ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട്. ഡെറാഡൂണിലെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി നടത്തിയ ഗവേഷണമനുസരിച്ച് മഞ്ഞുപാളികൾക്കിടയിൽ ഏറെക്കാലം മൂടി നിന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ക്ഷേത്രം കാണിക്കുന്നത്. എങ്കിലും ക്ഷേത്രഘടനയ്ക്ക് യാതൊരു ദോഷവും വന്നിരുന്നില്ല. ഇതിനാൽ തന്നെ 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോഴും ശാസ്ത്രജ്ഞർക്കാർക്കും തന്നെ ആശ്ചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അനുസരിച്ച് ക്ഷേത്രം എല്ലായ്പ്പോഴും പരമശിവന്റെ സർവ്വസാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ്. അതേ ഭഗവാൻ തന്നെയാണ് കേദാർനാഥിലും ഉത്തരാഖണ്ഡിനെ മൊത്തത്തിലും പിടിച്ചുകുലുക്കിയ 2013 വെള്ളപ്പൊക്കത്തിൽ നിന്നും കേദാർനാഥ് ക്ഷേത്രത്തെ സംരക്ഷിച്ചതെന്നും വിശ്വാസികൾ കരുതിപ്പോരുന്നു. 2013 വിനാശകരമായിട്ടുള്ള വെള്ളപ്പൊക്കം കേദാർനാഥ് നഗരം മുഴുവൻ നശിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ അന്ന് വെള്ളപ്പൊക്കത്തിൽ പ്രധാന കേദാർനാഥ് ധാം സംരക്ഷിച്ചത് ഒരു വലിയ പാറക്കല്ലാണ്. കല്ലൊഴുകി വന്ന് ക്ഷേത്ര ശ്രീകോവിലിന് പിന്നിലായി ഒരു തടയണ പോലെ നിലകൊണ്ടു. ഈ വലിയ പാറ ശ്രീകോവിലേക്ക് വരുന്ന ജലപ്രവാഹത്തെ വഴിതിരിച്ചുവിട്ടതായി ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിനാൽ വെള്ളം നേരിട്ട് ശ്രീകോവിലേക്ക് ഒഴുകിയില്ലെന്ന് മാത്രമല്ല, ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടും ഉണ്ടായുമില്ല. ക്ഷേത്രം സംരക്ഷിക്കാൻ പരമശിവൻ തന്നെ ഈ പാറ അയച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ക്ഷേത്രത്തിന് പിന്നിലെ ഈ പാറ ഇപ്പോഴും ആളുകൾ ആരാധിക്കുന്നു. കേദാർനാഥ് ധാമിലെ ശിവന്റെ പ്രധാന വിഗ്രഹം കോണാകൃതിയിലുള്ള 3 മുഖങ്ങളുള്ള ശിവലിംഗത്തിന്റെ രൂപത്തിലാണ്. അത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രത്തിന് പുറത്ത് നന്ദിയുടെ പ്രതിമയുമുണ്ട്. ശൈത്യകാലത്ത് കേദാർനാഥ് ക്ഷേത്രം 6 മാസത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കാതെ അടച്ചിട്ടിരിക്കും. മുഴുവൻ പ്രദേശവും മഞ്ഞു മൂടുകയും കടുത്ത തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയമാണിത്. ഈയൊരു കാലയളവിൽ കേദാർനാഥിലെ മുഖ്യദേവനെ ആരാധനയ്ക്ക് വേണ്ടി ഉക്കിമഠിലെ ശൈത്യകാല ആരാധനാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. അവിടെയാണ് പിന്നീട് തീർത്ഥാടകർക്ക് പ്രാർത്ഥനയ്ക്കായി അവസരമൊരുങ്ങുന്നത്. ഈ സമയത്ത് കേദാർനാഥ് ക്ഷേത്രത്തിന്റെ അകത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നു. 6 മാസം കഴിഞ്ഞ് ക്ഷേത്രം തുറക്കുമ്പോഴും ഈ തീജ്വാല അണയാതെ കത്തി നിൽക്കുന്നുണ്ടാകും. ക്ഷേത്രം നിലകൊള്ളുന്നത് ഉത്തരേന്ത്യയിലാണെങ്കിലും ദക്ഷിണേന്ത്യയിലെ പൂജാരിമാരാണ് അവിടെ പൂജ നടത്തുന്നത് എന്നത് വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണ്. കർണാടകയിലെ വീരശൈവ സംഘം സമുദായത്തിൽപ്പെട്ട റാവൽ സമുദായത്തിലെ അംഗങ്ങൾ ഇവിടെ ആചാരങ്ങൾ നടത്തുന്നു. AD 10ാം നൂറ്റാണ്ട് മുതൽ കന്നഡ ഭാഷയിലും അതേ മാതൃകയിലും ക്രമത്തിലുമാണ് ഇവിടെ പൂജ നടന്നു വരുന്നത്. കേദാർനാഥിന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യങ്ങളിൽ ഒന്നിതാണ്. നരന്റെയും നാരായണന്റെയും 2 അവതാരങ്ങളായ വിഷ്ണു ഭഗവാൻ ഭാരതഖണ്ഡയിലെ ബദികാശ്രമത്തിൽ കഠിനമായ തപസ് ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് മനോഹരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ശിവലിംഗത്തെ ആരാധിച്ചു എന്നാണ് ഐതിഹ്യം. ഇത് ശിവനെ സന്തോഷിപ്പിക്കുകയും തുടർന്ന് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് നരനും നാരായണനും കേദാർനാഥിൽ ഒരു ജ്യോതിർലിംഗമായി സ്ഥിരമായി താമസിക്കാൻ ശിവനോട് അഭ്യർത്ഥിക്കുന്നു. ശിവനെ ആരാധിക്കാൻ ഇവിടെ വരുന്നവർ ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ നീക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അത്തരത്തിലാണ് കേദാർനാഥിന്റെ സൃഷ്ടി. കേദാർനാഥ് സന്ദർശിക്കുന്ന ഭക്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സമാധാനപൂർണമായ ജീവിതം കൈവരുമെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ സമയത്തേക്ക് മാത്രം തുറന്നു വെക്കുന്ന കേദാർനാഥ് ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും സന്ദർശനത്തിനായി എത്തുന്നത്.
കെട്ടുകഥകളെന്ന് തോന്നിപ്പിക്കും വിധം, പക്ഷേ ശാസ്ത്രത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കേദാർനാഥിനെക്കുറിച്ചുള്ള ഐതിഹ്യ കഥകൾ നിലനിന്നു പോരുന്നതും കൈമാറി വരുന്നതും. നിഗൂഢതകളുടെ കൂടാരമായ ഹിമാലയത്തിൽ എന്തായാലും കേദാർനാഥ് അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. കൂട്ടത്തിൽ കേദാർനാഥ് ക്ഷേത്രവും.